വളരെ പോസിറ്റീവ് സ്റ്റാൻഡുണ്ട് UDFന് ഇപ്രാവശ്യം. അത് നമ്മുടെ ഈ കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം വിസിബിളായിട്ട് വന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഓടിച്ചെല്ലാനുള്ള ഒരു ഇടമായിരുന്നു എന്ന് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടു. എത്ര തിരക്കാണെങ്കിലും ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പയുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റും അത് തന്നെയായിരുന്നു. ഒരിക്കലും ഒരു ആൾക്ക് ഇത്രയും ക്ഷമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കല്ലെറിഞ്ഞ വ്യക്തിയോട് പോലും ക്ഷമിച്ചു. അദ്ദേഹം പിന്നെ അവസാനം അപ്പയോട് വന്ന് മാപ്പ് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നില്ല. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കുകയാണ്, ചാണ്ടി രാഷ്ട്രീയമാണ് സെലക്ട് ചെയ്തത്. ഞങ്ങളുടെ പ്രൊഫഷനുമായിട്ട് നിന്ന വ്യക്തികളാണ്. അച്ചു ചെറുപ്പത്തിൽ KSUലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ പ്രൊഫഷനായി ദുബായിലേക്ക് പോയി. ചാണ്ടി രാഷ്ട്രീയം സെലക്ട് ചെയ്തു. അവനതിനോട് താല്പര്യമുള്ളത് കൊണ്ട് വന്നു. എന്നാൽ എല്ലാ രാഷ്ട്രീയക്കാരുടെ മക്കളും ഇതിനകത്തില്ലല്ലോ. പലരും ചോദിക്കുന്നു, പല വാർത്തകൾ കേൾക്കുന്നുണ്ട്, സത്യമുണ്ടോ, രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങൾ വീക്ഷിക്കാൻ താല്പര്യമുണ്ട്, ഏറ്റവും വലുതായി ജനങ്ങളെ സേവിക്കാൻ താല്പര്യമുണ്ട്. പാർട്ടിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മാത്രമേ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. കറന്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സിനാരിയോ ഇല്ല. മതമേലധ്യക്ഷന്മാരുമായി ചർച്ചകൾ നടത്തുന്നത്, NSS ആസ്ഥാനത്ത് പോയത്, ദില്ലിയിൽ യാത്ര ചെയ്തു, ഇതൊക്കെ കൂട്ടി വായിക്കുകയാണ് എല്ലാവരും. അവരെന്നെ ക്ഷണിക്കുന്നതിൽ മറ്റൊരു കാര്യം, അപ്പയുമായിട്ട് അവർ നിലനിർത്തിയ ഒരു ബന്ധം, അപ്പയോടുള്ളൊരു സ്നേഹബന്ധം, ആ സ്വീകാര്യത, അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് മകളെന്ന രീതിയിൽ. നമസ്കാരം. റിപ്പോർട്ടർ ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ മരിയ ഉമ്മനാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി പടിവാതിൽക്കലാണ്. മറിയ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഓർമ്മയിൽ വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ നടക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന കാലത്ത് എന്നാണ് എല്ലാവരും പറയുന്നത്, കോൺഗ്രസ് പ്രവർത്തകരും അല്ലാത്തവരും ഒക്കെ. ആ ഒരു ഫീൽ എന്താണ്? ഞാനും എൻ്റെ അപ്പ ഈ 2026 ഇലക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നത്. അപ്പയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അപ്പയെ മോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മളിപ്പം ലാസ്റ്റ് 3-4 months ബെഡ് റിഡൻ ആയിരുന്നല്ലോ. അപ്പം അപ്പയെ മോട്ടിവേറ്റ് ചെയ്യാൻ, അപ്പയ്ക്ക് ഒരു ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പറയായിരുന്നു, അപ്പ വിഷമിക്കേണ്ട, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് വന്ന്. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ മരിക്കുമെന്നുള്ളൊരു ചിന്തയില്ലായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് പറയാനും നമുക്ക് 2026 ഇലക്ഷന് കേരളം മുഴുവനും 140 മണ്ഡലങ്ങളിലും പോകണം. അപ്പോൾ പണ്ട് എല്ലാ ഇലക്ഷനും അപ്പോൾ 140 മണ്ഡലങ്ങളിൽ പോകും. അതുപോലെ ഇപ്രാവശ്യം 26 നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും പോകാം. അതിന് ദൈവം അതിനുള്ള വഴിയെടുക്കും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഞാനും ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഇലക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഈശ്വര നിശ്ചയം വേറെ ആയിരുന്നല്ലോ, നമ്മളത് ഫേസ് ചെയ്താലേ പറ്റുകയുള്ളൂ. ഇത്തവണ UDFൻ്റെ ഒരു പ്രതീക്ഷ എന്താണ് ഡോക്ടർ മറിയയ്ക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നാം ഇവിടെ കേരളത്തിൽ ഒരുപാട് ജനദ്രോഹ കാര്യങ്ങളാണ് എൻ്റെ അപ്പ മുഖ്യമന്ത്രിയായിരുന്നപ്പം തുടങ്ങി വെച്ച പല പല പദ്ധതികളും ഇന്ന് നമുക്ക് കാണാൻ പോലുമില്ല, ക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച്. അപ്പം ആ ഒരു 10 വർഷത്തിൻ്റെ ആ ഇമ്പാക്റ്റ് ജനങ്ങളിലുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടുമുണ്ട്. അപ്പം ഈ ഇലക്ഷൻ 2026 അസംബ്ലി ഇലക്ഷൻ UDFന് നല്ലൊരു വിജയം ലഭിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ ഞാനും അതും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പല പദ്ധതികളും പറയാറുണ്ട്. ഇപ്പം UDF ആണെങ്കിലും വികസനത്തിൻ്റെ ഒരു കമ്പാരിസൺ വരുമ്പോൾ പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ നമ്മൾ കണ്ടത് ഇപ്പോൾ വിഴിഞ്ഞം ഈ അടുത്താണ് ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്ത് പോലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് തർക്കം അവിടെ കാണുകയാണ്. പാടെ ഉമ്മൻചാണ്ടി സാറിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമൊക്കെ കാണുകയാണ്. അത് വലിയ വിമർശനം, തർക്കമൊക്കെ ഉണ്ടായി. ആ സമയത്ത് കുടുംബവും പ്രതികരിച്ചു കണ്ടു. മറിയയ്ക്ക് എന്താണ് തോന്നുന്നത്? ആ വികസന പദ്ധതികളൊക്കെ അങ്ങനെ അങ്ങ് തമസ്കരിക്കാൻ കഴിയുന്നതാണോ? അതിൽ ഞാൻ ഇപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ വിഴിഞ്ഞത്തിൻ്റെ സത്യാവസ്ഥ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൽ ഞാൻ കൂടുതൽ പ്രതികരിക്കണം എന്നുണ്ടെന്ന് തോന്നുന്നത് വെച്ചാൽ പാർട്ടി തന്നെ പലപ്പോഴും പ്രതികരിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ മുമ്പിൽ എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെയും അതിൽ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്കറിയാം ഡോക്ടർ മറിയ സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തന രംഗത്ത് കുറേ വർഷങ്ങളായുണ്ട്. എനിക്ക് തോന്നുന്നു 10-15 വർഷത്തിലധികമായുണ്ട്. അപ്പം തന്നെയാണോ റോൾ മോഡൽ? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? നമ്മളിപ്പോൾ പൊതു ഇടത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധ വേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താലും ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ലോകത്ത് അത് ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക എന്ന് നമുക്കറിയില്ല, ഏത് രീതിയിലാണ് ചർച്ചയാവുക എന്നറിയില്ല. പക്ഷേ അപ്പം കാണിച്ചു തന്ന ഒരു പാത, അതെങ്ങനെയാണ് മറിയ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്?
എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിനുള്ള ഒരു റോൾ മോഡൽ എന്തുകൊണ്ടാണ് അതിനുള്ള എൻകറേജ്മെൻറ്റ്, അതിൻ്റെ ഒരു മോട്ടിവേഷൻ ചോദിച്ചാൽ അപ്പം തന്നെയായിരിക്കാം ഞാൻ ജീവിതത്തിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ. അത് നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ, ഇന്ന് എസ്പെഷ്യലി സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ആൻസറബിളാണ്. അപ്പം നമ്മൾ വളരെ വ്യക്തത വരുത്തി എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോവുകയാണ്, അതിലൊരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ പറഞ്ഞു തന്നതിലുള്ള ഒരു കാര്യം വളരെ കൃത്യമായി ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, എല്ലാവരെയും ആരെയാണെങ്കിലും നമ്മളൊരു വ്യത്യാസം വയ്ക്കാതെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് പ്ലാൻ ഉള്ളതും. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ ഈ 2 വർഷത്തെ അപ്പയുടെ മരണശേഷം 2-2.5 വർഷത്തിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പഠിച്ച മറ്റൊരു കാര്യം, അത് അപ്പ എനിക്ക് പറഞ്ഞു തന്നല്ല. കൂടുതലും ഞാൻ എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൽ അപ്പയെ കണ്ടതും വളരെ ചുരുക്കം കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ആ പറഞ്ഞതും വെച്ചാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും ഞാൻ മരണശേഷം മനസ്സിലാക്കിയ ഒരു വലിയൊരു കാര്യമുണ്ട്. അപ്പയുടെ മരണശേഷം ഒരുപാട് പേര് വന്ന്, ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല, ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല എന്ന് ഒരുപാട് ആളുകൾ, സാധാരണക്കാർ വന്ന്, അത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ളവരും അല്ലാത്തവരുമൊക്കെ ഒരുപാട് പേര് ഞങ്ങൾക്ക് എപ്പോഴും ഓടിച്ചെല്ലാനുള്ള ഒരു ഇടമായിരുന്നു എന്ന് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടു. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് ഞാനിപ്പോൾ എന്നെ കൊണ്ടാകാവുന്നതുകൊണ്ട് ആര് ഒരു ഫോൺ വിളിച്ചാലും, എത്ര തിരക്കാണെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും, അത് ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പയുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിൻറ്റും അത് തന്നെയായിരുന്നു. ഒരാൾ വിളിക്കുമ്പം എത്ര തിരക്കിലാണെങ്കിലും ആ വ്യക്തി സംസാരിച്ച് തീരുന്നത് വരെ അപ്പ കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ 2-2.5 വർഷം കൊണ്ട് അതാണ് ഏറ്റവും ഒരാൾക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യമായി ഞാനതിനെ തിരിച്ചറിയുന്നു. നമുക്കിപ്പോൾ ഒരാളെ സഹായിക്കാൻ, എല്ലാവരെയും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരാളൊരു ദുഃഖത്തോടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വിഷമാവസ്ഥയിൽ നമ്മളോട് വന്നൊരു കാര്യം പറയുമ്പോൾ നമ്മൾ കേൾക്കാനൊരു ചെവി കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ്. അതൊരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തകയ്ക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണെന്ന് ഞാനിന്ന് തിരിച്ചറിയുന്നു. അതെനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിലും ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നെൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ അത് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഈ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയിരുന്ന ജനസമ്പർക്ക പരിപാടി, അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതും അത് തന്നെയായിരുന്നു അല്ലേ? അതെ, സാധാരണ ജനങ്ങളുടെ, അത് ഓൺ ദ സ്പോട്ടായിരുന്നു അതിൻ്റെ സൊല്യൂഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സാധാരണക്കാർക്ക് വന്ന് കയറാനുള്ള ഒരു ഇടം, ജനസമ്പർക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൊല്യൂഷൻ ആവുമായിരുന്നു. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു വ്യക്തി വരുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന 100 കാര്യങ്ങളിൽ ചിലപ്പോൾ 10 കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കാം. പക്ഷെ അപ്പയ്ക്ക് അത്രയും വലിയ ആളായിരുന്നത് കൊണ്ട് 90 കാര്യം അപ്പയ്ക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്കൊരു 10 കാര്യമായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ആ വരുന്നവരോടെല്ലാവരും നമുക്കൊരു ലിസണിങ് ഇയർ അതൊന്ന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ അപ്പനിൽ നിന്ന് കണ്ടുപഠിച്ച ഒരു കാര്യം. ഒരുപക്ഷെ അവസാന നാളുകളിൽ ആശുപത്രി കൂടി ഉണ്ടായിരുന്ന ആളാണല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ അപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും എൻ്റെ അപ്പയെ ഓർക്കാത്തതായിട്ട് ഒരു ദിവസം പോലും ഇല്ല. ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും എന്നോട് പറയുന്ന, അപ്പയ്ക്ക് ലാസ്റ്റ് 3-4 മാസം സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, ഞാനിപ്പോൾ എപ്പോഴെങ്കിലും വന്നിരിക്കുമ്പം ഇങ്ങനെ അപ്പയുടെ അടുത്തിരിക്കുമ്പോൾ ഞാനുണ്ട്, ഇങ്ങനെ ലിപ്സ് അനങ്ങുന്ന എനിക്ക് ഞാനുണ്ടെന്ന് എപ്പോഴും എൻ്റെ അടുത്ത്. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ഞാനായിരുന്നു. ആ ഒരു ലാസ്റ്റ് 4 മന്ത്സിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു, ഞാനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പം അതെൻ്റെ മനസ്സിൽ എന്നുമുള്ളൊരു പിക്ചറാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ അപ്പയുടെ മരണശേഷം 2.5 വർഷം കഴിഞ്ഞിട്ടും അപ്പം മനസ്സിലാക്കി പറഞ്ഞ ആ ഞാനുണ്ടിൻ്റെ അർത്ഥം ഞാൻ ഇന്ന് ഓരോ മണിക്കൂറും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ സ്നേഹം, അത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും ആളുകളുമായിട്ട് ആളുകളെ മനസ്സിലാക്കിയിരുന്നു. എൻ്റെ കാലം ശേഷമാണേലും ഞാനുണ്ട് എന്നിങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. വേറെ ഒന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം, അത്
എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ഏതൊരു സ്ഥലത്തെത്തിയാലും ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന രീതിയിൽ അവർ നൽകുന്ന സ്നേഹവും സ്വീകാര്യതയുമാണ് മുമ്പോട്ട് നയിക്കുന്നത്. അവർക്കിടയിലൊക്കെ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു. അപ്പം ഞാനുണ്ട്, മോൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞും ഞാൻ ഇന്നും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ നിമിഷപ്രിയയുടെ ഒക്കെ കാര്യം അപ്പോഴും അദ്ദേഹം അല്ലേ അതെ അതെ ഇവിടുത്തെ ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് അവസാനം അപ്പോഴേക്ക് ന്യൂമോണിയ ആയിട്ട് തിരുവനന്തപുരത്ത് നിംസ് ആശുപത്രിയിൽ ആയിരുന്നു. അപ്പോൾ എപ്പോഴും നിമിഷപ്രിയയുടെ കാര്യത്തിൽ തുടക്കം തൊട്ടേ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ന്യൂമോണിയ ആയിട്ട് നിംസ് ആശുപത്രിയിലായിരുന്നപ്പോഴാണ് നമ്മുടെ പഴയ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വന്നിരുന്നു. അദ്ദേഹം അവിടെ അപ്പയെ കാണാൻ റൂമിൽ കയറിയപ്പോൾ റൂമിൽ അത് ഒരു സെമി ICU അതിൽ ഞാനാണ് നിന്നുണ്ട്. അപ്പം അതിൽ കയറിയപ്പോഴും അപ്പ സംസാരിക്കാൻ അപ്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിനോട് പറഞ്ഞത് നിമിഷപ്രിയ. അപ്പം അദ്ദേഹം പറയുകയും ചെയ്തു, ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത്രയും വയ്യാതെ ഇരിക്കുന്ന അവസ്ഥയിൽ പോലും അപ്പയുടെ മനസ്സിൽ ആ നിമിഷം ഒരാൾ മരണം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയുള്ള അപ്പയുടെ ഒരു ചിന്ത, അത് ഏത് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ പറ്റി എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആ നിമിഷപ്രിയയുടെ ഇത്. എപ്പോഴെങ്കിലും അദ്ദേഹത്തോട് ഒരു പരിഭവം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടത്ര സമയം തന്നില്ല, അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഉണ്ടായില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടോ? അതോ? എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അച്ഛനും ചാണ്ടിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടില്ലല്ലോ, അപ്പം വളരെ കെയറിങ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. മക്കളോട് 3 പേരോട് എന്തായാലും ഭയങ്കര, അമ്മയും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എല്ലാ ദിവസവും അമ്മ എത്ര തിരക്കിലാണെങ്കിലും വിളിച്ചിരിക്കും. ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പം ഞങ്ങളോട് കൂടെ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ദൂരത്തിരുന്നാണേലും ചെയ്ത് തന്നിരുന്നു. ഇന്ന് എനിക്ക് ഒരുപാട് ഇപ്പം ഒരു 4-5 വർഷം മുമ്പാണെങ്കിൽ തന്നെ ഞാനൊരു 7 മണി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയില്ലെങ്കിൽ അപ്പോഴെന്നെ വിളിക്കും, മോൾ എവിടെയാണെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് ഞാൻ അപ്പോൾ ദൂരെ എവിടെയെങ്കിലും ട്രാവലാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ദൂരെ എവിടെയെങ്കിലും ട്രാവലാണെങ്കിൽ ഞാൻ റൂമിലെത്തി എന്ന് ഞാൻ ഒഫീഷ്യലായിട്ട് ട്രാവൽ ചെയ്യുമ്പം ഞാൻ ഹോട്ടലിൽ തിരിച്ചെത്തി എന്ന് എൻഷുർ ചെയ്തിട്ടേ അപ്പ കിടക്കത്തുള്ളൂ. അത് ചാണ്ടിയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ചാണ്ടി ഡൽഹിയിലായിരിക്കുമ്പം ചാണ്ടി റൂമിലെത്തി എന്ന് ഉറപ്പാക്കിയിട്ടേ അപ്പോൾ ഉറങ്ങാൻ കിടക്കത്തുള്ളൂ. ഞങ്ങളുടെ ഓരോ മക്കളുടെ കേസിലും അങ്ങനെ. അന്ന് ഞാൻ ഇപ്പോൾ 7 മണി കഴിഞ്ഞപ്പം ചിലപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ ലേറ്റ് ആവും. 7 മണി കഴിഞ്ഞ് വിളിക്കും, ഞാൻ ഡിസ്റ്റർബ്ഡ് ആവുമായിരുന്നു. ഞാൻ പറയും, അപ്പം എനിക്ക് ഇത്രയും പ്രായമായില്ലേ, അപ്പം എന്തിനാ ഈ ടെൻഷൻ, ഞാനങ്ങ് വരും. അപ്പോൾ പിന്നെ അപ്പം ഒന്നും മിണ്ടാതെ പാവം അങ്ങ് ഫോൺ വയ്ക്കും. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പം എന്നെ അങ്ങനെ വിളിക്കാനോ അന്വേഷിക്കാനോ ഒരാൾ പോലും ഇല്ല. ആ ഒരു വിളി, ആ ഒരു കെയറിങ് ഇനി ഒരിക്കലും ലഭിക്കത്തില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ ചെയ്യണം. പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കണമെന്നില്ല. ആ ഒരു കിട്ടുന്ന നമുക്ക് നമ്മുടെ അപ്പനാകട്ടെ, അമ്മയാകട്ടെ, പാർട്ട്ണറാകട്ടെ, മക്കളാകട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകട്ടെ, എന്ത് റിലേഷനാകട്ടെ, നമ്മളെ ഒരാൾ കെയർ ചെയ്യുന്നെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളത്. അതിലൊരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ആ ഡിസ്റ്റർബൻസ് ഇല്ലാതാകുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. നമുക്ക് പുതുപ്പള്ളി ഇപ്പം ശരിക്കും പറഞ്ഞൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണല്ലോ. അദ്ദേഹത്തെ ഖബറടക്കിയ സ്ഥലത്ത് ഓരോ ദിവസവും വരുന്ന ആളുകൾ, അത് അദ്ദേഹം അവിടെയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ എവിടെയൊക്കെയോ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്കാണ് അവർ പലപ്പോഴും കാണുകയൊക്കെ ചെയ്യുന്നത്, അല്ലേ? എനിക്കത് ഭയങ്കര അതെന്താ പറയുക, അതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഒരുപാട് ലീഡേഴ്സ് മരിച്ചത് അങ്ങനെ ഒരുപാട്, എസ്പെഷ്യലി നിങ്ങൾ മീഡിയക്കാരാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പയുടെ ആ ഒരു പ്രതിഭാസം എനിക്ക് തോന്നുന്നത്, അപ്പം മരിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ആ കല്ലറ ഒഴിയുന്നില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടെ പ്രെയർ റിക്വസ്റ്റുകൾ കാണാം. എൻ്റെ മകൻ്റെ കല്യാണം, വീട് വയ്ക്കണം, ജോലി വേണം, ഫീസ് വേണം, അങ്ങനെ എപ്പോഴും ആ കല്ലറ ഒഴിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് മലയാളികൾ ഒരുപാട് അപ്പയെ സ്നേഹിച്ചു, അപ്പ തിരിച്ച് മലയാളികളെയും സ്നേഹിച്ചു, ജനങ്ങളെ സ്നേഹിച്ചു. ഏകാന്തത ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല, ഏകാന്തത ഭയപ്പെട്ടിരുന്ന അപ്പയാണ്. അപ്പം ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുമുണ്ട്, ഏകാന്തത ഭയപ്പെട്ടിരുന്ന അപ്പയെ ഒരിക്കലും ജനങ്ങൾ ഒറ്റയ്ക്ക് വിടുന്നില്ല, എപ്പോഴും അപ്പയ്ക്ക് കൂട്ടിന് കല്ലറയിൽ ആളുകൾ ആരെങ്കിലും ഉണ്ട് എന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നവരെ പോലും അദ്ദേഹം സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിടുന്ന. എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണൂർ ഞാൻ ഉള്ള സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഒരു കാറിൽ പോകുന്ന സമയത്ത് അറ്റാക്ക് കല്ലെറിഞ്ഞത്. അതെ, അവരോട് പോലും അദ്ദേഹം അത് പോട്ടെ ക്ഷമിക്കാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സഹിഷ്ണുത ആളുകൾക്കിടയിൽ, ഇപ്പോൾ നേതാക്കൾക്കിടയിലാണെങ്കിൽ പോലും പലപ്പോഴും ഈ സൈബർ അറ്റാക്ക് എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ മാറുന്നു. പരസ്പരം ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോൾ അത് വ്യക്തിപരമായി മാറുന്നു എന്നുള്ളതാണ്. ആ ഒരു സഹിഷ്ണുത പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഓരോ മനുഷ്യരും
ഓരോ രീതിയിലല്ലേ. ഇപ്പം എന്നെപ്പോലെ ആയിരിക്കത്തില്ല വിനീത. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ആൾക്ക് ഇത്രയും ക്ഷമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കല്ലെറിഞ്ഞ വ്യക്തിയോട് പോലും ക്ഷമിച്ചു. അദ്ദേഹം പിന്നെ അവസാനം അപ്പയോട് വന്ന് മാപ്പ് പറഞ്ഞു. അപ്പം അപ്പയ്ക്ക് അത് ക്ഷമിക്കാൻ സാധിച്ചു. പല വ്യക്തികളും പല രീതിയിൽ ഓരോരുത്തരുടെ വേ ഓഫ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ വേ ഓഫ് ഡീലിങ് തിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതൊരിക്കലും അത് അവരൊരു മോശം വ്യക്തിയായിട്ടോ ഒന്നും ആയിരിക്കത്തില്ല. അവരുടെ രീതി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ സഹിഷ്ണുതയില്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിൽ. ഒരുപക്ഷെ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നതാണ് സോളാർ ആരോപണവും കേസും അതൊക്കെ തന്നെയും. അദ്ദേഹം ഒരുപക്ഷെ അതിനെ ആ രീതിയിൽ മാത്രമേ ഒരു പൊളിറ്റിക്സായി മാത്രമേ കണ്ടുവെങ്കിൽ പോലും നിങ്ങൾക്ക് കുടുംബത്തിന് അങ്ങനെ ആയിരുന്നില്ല എന്ന് പലപ്പോഴും പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളെ ഒരു വലിയ രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആക്കി. സ്വാഭാവികമാണല്ലോ അത്. എങ്ങനെയാണ് ആ കാലം അതിജീവിച്ചത്? അദ്ദേഹമായാലും നിങ്ങളായാലും എങ്ങനെയാണ് ആ കാലം അതിജീവിച്ചത്? ഞങ്ങളുടെ വീടിനകത്തേക്ക് ടെൻഷൻസ് കൊണ്ടുവരത്തില്ലായിരുന്നു. ഒഫീഷ്യൽ ടെൻഷൻസ് ഒന്നും ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല. എസ്പെഷ്യലി മക്കളുടെ കാര്യത്തിൽ ഭയങ്കര കെയർഫുള്ളായിരുന്നു. മക്കൾക്ക് ഒരു ദുഃഖം ഉണ്ടാകരുത് എന്ന് അപ്പം എപ്പോഴും ഉറച്ച ഒരു ഇതായിരുന്നു. ഭയങ്കര കെയർഫുള്ളായിട്ട് അതെടുത്തിരുന്നു. പിന്നെ അപ്പയുടെ ഒരു വിശ്വാസം, അപ്പയുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ അത് പറയായിരുന്നു. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ഒരു വിശ്വാസം തന്നെയായിരിക്കും അപ്പയെ പിടിച്ചു നിർത്തിയത്. ഞങ്ങൾക്കും അറിയാം ഈ സൈബർ അറ്റാക്ക് വരുമ്പം ഇതിലൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം നമുക്കും അറിയാം. അതുകൊണ്ട് ഇതെന്തായാലും തെളിയും. പക്ഷേ അതിപ്പോൾ തെളിഞ്ഞു വരികയും ചെയ്തു. അന്നത്തെ കാലഘട്ടത്തിൽ അത് നമുക്ക് ഇതൊരിക്കൽ സത്യം തെളിഞ്ഞു വരും. അത് മേ ബി അപ്പ ഒരിക്കലും മുഖം വാടി കാണാത്തതും കൂടെ കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാൻ സാധിച്ചത്. ഇതായിരിക്കാം നമ്മളെ അതിൻ്റെ പുറകിൽ നയിച്ച ആ ഒരു വികാരം, തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച ഒരു ധൈര്യം. നമുക്ക് വീണ്ടും പുതുപ്പള്ളിയിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലശേഷം അവിടെ ചാണ്ടിയെ നിയോഗിക്കുകയാണ്, പാർട്ടി നിയോഗിക്കുകയാണ്. അത് കുടുംബം കൂടി എടുത്ത ഒരു തീരുമാനമായിരുന്നു അല്ലേ? ഒരു പക്ഷേ അത് കുടുംബമായിട്ടെടുത്ത തീരുമാനമാണ് ചാണ്ടി മത്സരിക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ട് അപ്പ മരിക്കും എന്നുള്ളത് ഞങ്ങളുടെ എൻ്റെ ചിന്തയിലില്ലായിരുന്നു. എന്തായാലും അതൊരു ഷോക്കായിരുന്നു അപ്പം മരിച്ചത്. അപ്പോൾ ആ ഷോക്ക് മാറുന്നതിന് മുമ്പേ 40 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. പക്ഷേ ആ സമയത്തും ഞങ്ങൾ കുടുംബത്തിൽ ആരും ആ ഷോക്കിൽ നിന്ന് വെളിയിൽ വന്നിട്ടില്ല. ആ ഷോക്കിൽ നിന്ന് വെളിയിൽ വരാത്ത ഒരവസരത്തിലാണ് ഇലക്ഷൻ ഡിക്ലെയർ. ഞങ്ങളൊരു യുദ്ധഭൂമിയിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. 40 ദിവസം ആവുന്നതിന് മുമ്പേ ഞാനൊക്കെ അപ്പം മരിച്ച ലൈക്ക് മാനസികാവസ്ഥ ഇപ്പോഴൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മറ്റൊരു ചിന്തയേ ഇല്ല. അപ്പോൾ കുടുംബം ഒറ്റക്കെട്ടായിട്ട് എടുത്ത് അപ്പം മറ്റൊരു ചിന്തയില്ല, ചാണ്ടിയാണ് അത് ബൈ ഡീഫോൾട്ട്. അതിനകത്ത് വേറൊരു ഡിസ്കഷൻ പോയിൻ്റേ അവിടെ വരുന്നില്ല. അങ്ങനെയാണ് ചാണ്ടി ഇലക്ഷന് നിൽക്കുന്നതും. പുതുപ്പള്ളിക്കാർ അപ്പയെ ഏറ്റതിനേക്കാൾ അപ്പയോടുള്ള സ്നേഹം മുഴുവൻ അവർ തീർത്തും ചാണ്ടിക്ക് നൽകി ഭയങ്കര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും ആ രീതിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ അപ്പയെ എങ്ങനെ പുതുപ്പള്ളിക്കാർ ഏറ്റെടുത്തോ അതുപോലെ തന്നെ ചാണ്ടിയും അവർ ഏറ്റെടുത്തു. സ്വന്തം ഒരു മകനായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ ചാണ്ടിയെ എല്ലാ വീട്ടുകാരും ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് അപ്പയോടുള്ള സ്നേഹമാണ് തുടക്കത്തിൽ ലഭിച്ചെങ്കിൽ ഒരു വ്യക്തിയെ അപ്പയോടുള്ള സ്നേഹം കൊണ്ട് ലഭിച്ചു. പിന്നെ ചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടേ അവർ ചാണ്ടി അംഗീകരിക്കുകയുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ സാധിച്ചു. ചാണ്ടി ഇന്ന് പുതുപ്പള്ളിക്കാർ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ചാണ്ടിയുടെ ഒരു രാഷ്ട്രീയ വളർച്ചയെ സഹോദരി എന്ന രീതിയിൽ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മറ്റിടങ്ങളിൽ ഇപ്പോൾ നമ്മൾ നിലമ്പൂരിലൊക്കെ കാണുകയായിരുന്നു. ചാണ്ടി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അല്ലെങ്കിൽ വോട്ട് ചോദിച്ചൊക്കെ എത്തുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ചാണ്ടിക്കും അപ്പയുടെ ആ ഒരു ഞാൻ പറഞ്ഞു അപ്പയുടെ ഈ സോഷ്യൽ വർക്കിൻ്റെ ഇത് അപ്പയുടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ രാഷ്ട്രീയത്തിലേക്ക് പോയ വ്യക്തിയാണ്. അപ്പയെ പല കാര്യങ്ങളിലും കണ്ട് പഠിച്ച വ്യക്തിയാണ് ചാണ്ടി. അപ്പം ചാണ്ടി അത് ഏറ്റെടുത്തിട്ട് ഉണ്ട്. അപ്പം അപ്പയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അപ്പയെ കവച്ച് വയ്ക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അപ്പ ഫസ്റ്റ് ടൈം MLA ആയിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അത് ഇന്ന് നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതിനേക്കാൾ ഏറെ ചാണ്ടി ആദ്യത്തെ ടേം ആസ് എൻ MLA ഒരുപാട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പയോട്ട് ഒരു വ്യക്തിക്ക് എത്താൻ സാധിക്കില്ലെങ്കിലും തുടർന്ന് മുമ്പോട്ട് വരുമ്പോൾ അപ്പയെപ്പോലെ തന്നെ അതേ പാതയിൽ അപ്പയോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പണ്ട് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അപ്പം അന്നത്തെ കാര്യങ്ങൾക്ക് അത്രയും നമുക്ക് അറിയാനായിട്ടുള്ളൊരു മാർഗമില്ല. ഇന്ന് അപ്പയുടെ മരണശേഷമായിരിക്കാം അപ്പ ചെയ്ത കാര്യങ്ങൾ പലതും നമുക്കറിയാൻ പറ്റുന്നത് തന്നെ. നമുക്ക്
എണ്ണിയാൽ തീരാത്തത്ര ആളുകളെ അപ്പം സഹായിച്ചിട്ടുണ്ട്. ചാണ്ടിയും അതേ മാർഗത്തിൽ പോകുന്നു. അപ്പം അപ്പയെ പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അപ്പയോളം തന്നെ എല്ലാവരെയും സഹായിക്കാൻ അവന് സാധിക്കും എന്നുള്ള ആഗ്രഹമാണുള്ളത്. മരിയയ്ക്ക് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നൊരു തോന്നൽ ഈ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടിയും ജനങ്ങളെ സേവിക്കാൻ അത് നല്ലൊരു മാർഗമാണ് എന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് ഞാൻ പ്രൊഫഷണലി പഠിത്തം കഴിഞ്ഞപ്പോൾ തൊട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തന്നെ എൻ്റെ മന്ന ട്രസ്റ്റും ഉണ്ട്. മെലോഡിയ എന്ന് പറഞ്ഞ് ഒരു കൊയർ ഗ്രൂപ്പ് കൊണ്ടുവരിക. മെലോഡിയയും ഒരു കൊയർ ഗ്രൂപ്പ് ആണെങ്കിൽ തന്നെയും അതൊരു ചാരിറ്റി ബേസ്ഡ് ആണ്. അപ്പം ഇതിലെല്ലാം ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ആക്ടിവിറ്റീസുമായിട്ട് മുമ്പോട്ട് പോകുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ മറ്റൊരാളെ സഹായിക്കാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. എത്രയോ വ്യക്തികൾ നമ്മുടെ ചുറ്റുവട്ടം കാണാം. ഞാനൊന്നും ചെയ്യുന്ന ഒന്നുമല്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകളെ പല രീതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഒരു സെഗ്മെൻറ്റിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കുന്ന ഒരുപാട് സോഷ്യൽ വർക്കേഴ്സിനെ കാണാൻ സാധിക്കും, സാധാരണക്കാരെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തികളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നില്ല. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് കുറച്ചുകൂടെ പോളിസി മേക്കേഴ്സ് ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ചുകൂടെ സ്ട്രെങ്സ് അവർക്ക് കിട്ടും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഓരോ സീറ്റും പിടിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പം ചില സീറ്റുകൾ ഒരുപക്ഷെ പരമ്പരാഗതമായി ജയിക്കേണ്ടിയിരുന്ന സീറ്റുകൾ, അവിടെ ഡോക്ടർ മറിയ വന്നാൽ നന്നായിരിക്കും, ജയസാധ്യതയുണ്ട് കൂടുതൽ എന്ന് പറയുകയാണ് നേതാക്കളെങ്കിൽ, പാർട്ടി അത്തരമൊരു നിയോഗം ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന് കുടുംബത്തിൻ്റെ കൂടി ഒരു പിന്തുണയുണ്ടെങ്കിൽ അതൊരു സാധ്യതയായി പരിഗണിച്ചുകൂടെ, അല്ലെങ്കിൽ അത്തരമൊരു നിയോഗത്തെ സ്വീകരിച്ചുകൂടെ എന്നൊരു ചോദ്യം അപ്പോഴും അവിടെയുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഇപ്പോൾ സജീവമായി തന്നെ ഡോക്ടർ മറിയയുടെ പേരുകൾ കേൾക്കുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിലും പരിപാടിക്ക് പോകാറുണ്ട്. അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മളോട് പലരും വന്ന് കൂടുതൽ ആക്റ്റീവ് ആകണം, മുമ്പോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട്. മുമ്പോട്ട് വരണം എന്ന് പറയുന്നത് അതൊക്കെ അത് അപ്പയോടുള്ള സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതൊക്കെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കരിയർ, എൻ്റെ മുമ്പിലുള്ള ഇപ്പോഴുള്ള എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസ്, അതുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഇപ്പോഴുള്ള പ്ലാൻ. പിന്നെ അങ്ങനൊരു ആവശ്യവുമായിട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് എല്ലാവരുമായിട്ട് ചിന്തിച്ച് കുടുംബവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചർച്ചകളൊക്കെ വരാൻ കാരണം മതമേലധ്യക്ഷന്മാരുമായി ചർച്ചകൾ നടത്തുന്നത്, NSS ആസ്ഥാനത്ത് പോയത്, ദില്ലിയിൽ യാത്ര ചെയ്തു, ഇതൊക്കെ കൂട്ടി വായിക്കുകയാണ് എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തൊരു ഇൻ്റർവ്യൂവിലും അത് ഞാൻ ക്ലാരിഫൈ ചെയ്തിരുന്നു. ഡൽഹി യാത്ര എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വിസിറ്റായിരുന്നു. ചാണ്ടിയും ഞാനും എൻ്റെ മകനും ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഡൽഹിക്ക് പോയതും ആ പരിപാടി സംബന്ധിച്ച് തിരിച്ചു വരികയും ചെയ്തത്. അപ്പോൾ ഡൽഹി യാത്ര അതിനെപ്പറ്റി അതൊരു പ്രൈവറ്റ് ഫങ്ഷൻ മാത്രമായിരുന്നു. പിന്നെ മതമേലധ്യക്ഷന്മാരെ കാണുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കും, സോഷ്യൽ ആക്ടിവിറ്റീസിന്, എൻ്റേതായിട്ട് ചെയ്യുന്ന സോഷ്യൽ ആക്ടിവിറ്റീസിനെല്ലാം എവിടെ ചെയ്താലും ആ പ്രാദേശികമായിട്ടുള്ള മതമേലധ്യക്ഷൻ, അവിടുത്തെ ലോക്കൽ MLA, MP, പഞ്ചായത്ത് മെമ്പേഴ്സ്, പ്രസിഡൻറ്റ്, അങ്ങനെയുള്ള ആ ചുറ്റുവട്ടത്തുള്ള ആളുകളെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം അവരെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ക്ഷണിക്കാനായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ പരിപാടികൾക്കും എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ ചെയ്യുന്ന പരിപാടികളൊപ്പം തന്നെ ഒരുപാട് പരിപാടികൾക്ക് അവരെന്നെ ക്ഷണിക്കാറുണ്ട്. അങ്ങനൊരു സ്നേഹബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇതിലൊക്കെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, അവരെന്നെ ക്ഷണിക്കുന്നതിൽ മറ്റൊരു കാര്യം, അപ്പയുമായിട്ട് അവർ നിലനിർത്തിയ ഒരു ബന്ധം, അപ്പയോടുള്ളൊരു സ്നേഹബന്ധം, ആ സ്വീകാര്യത, അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് മകളെന്ന രീതിയിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടാണ് നാം കാണുന്നത്. എൻ്റെ പരിപാടികളിൽ ഏത് ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ അവർ പല പരിപാടികളും കാണാൻ സാധിക്കും. ഇതൊക്കെ കൊണ്ടാണ് അവരെ കാണുന്നതും മിണ്ടുന്നതും അവരോടുള്ള സ്നേഹബന്ധം പുലർത്തുന്നതും ഒക്കെ. അല്ലാതെ അതിനപ്പുറമായിട്ട് അതിനൊരു ആ സ്വീകാര്യത രാഷ്ട്രീയത്തിലും കിട്ടില്ലേ ഡോക്ടർ മറിയ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കിട്ടില്ലെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റേതായ ഒരു പ്രൊഫഷനും എൻ്റേതായ ഒരുപാട് കാര്യങ്ങളും
നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു രാഷ്ട്രീയം എന്നൊരു ചിന്തയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ കാണുന്നതിനെ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ കോൺഗ്രസ് നേതാക്കളൊക്കെ ആയിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നില്ലേ അല്ലെ? അവരൊക്കെ എല്ലാവരുമായിട്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ പണ്ട് അപ്പയുള്ളതിനേക്കാൾ ഒരുപാട് പേരുമായിട്ട് ഇപ്പം അപ്പയുടെ മരണശേഷം ഇപ്പം നമുക്കൊരു വാക്യൂം ഫീൽ ചെയ്യേണ്ട എന്ന് വിചാരിക്കും. ഒരുപാട് പേര് നമ്മളെ കാണുകയും മിണ്ടുകയും പല സ്ഥലത്ത് അവരുടെ കാര്യങ്ങൾക്ക് ക്ഷണിക്കുകയും അവരോടൊപ്പം പരിപാടികൾ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല പണ്ടത്തെ സ്നേഹബന്ധത്തിൽ. ഈ മക്കൾ രാഷ്ട്രീയം പലപ്പോഴും ചർച്ചയാവാറുണ്ട്. ചാണ്ടി വന്നപ്പോഴും ആ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇപ്പം കെ മുരളീധരൻ്റെയും പത്മജ വേണുഗോപാലിൻ്റെ ഒക്കെ വിഷയം എടുത്തിട്ടുകൊണ്ടാണ് പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാവാറ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അനുഭവ സമ്പത്ത് ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി പകർന്നു തന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടു വളർന്ന മറിയയ്ക്കും ചാണ്ടിക്കും ഒക്കെ അതൊരു ഗുണപാഠം കൂടിയല്ലേ? അതൊരു ഗുണകരമല്ല എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ലല്ലോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മിക്കവാറും എല്ലാ ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടേഴ്സ് ആവുന്നത്. വക്കീലന്മാർ വക്കീലാകാൻ ആഗ്രഹിക്കും. ഈ ഫിലിം ആക്ടേഴ്സ് അല്ലെങ്കിൽ സിംഗേഴ്സ്, ഏത് പ്രൊഫഷൻ നോക്കിയാലും ഒരുപാട് പേരും അവരുടെ മക്കളെ ആ പ്രൊഫഷനിലേക്ക് കൊണ്ടുവരാറുണ്ട്. ചിലർ മാറിപ്പോകുന്നവരുമുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നില്ല. ചിലർക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കുകയാണ്, ചാണ്ടി രാഷ്ട്രീയമാണ് സെലക്ട് ചെയ്തത്. ഞങ്ങളുടെ പ്രൊഫഷനുമായിട്ട് നിന്ന വ്യക്തികളാണ്. അച്ചു ചെറുപ്പത്തിൽ KSUലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ പ്രൊഫഷനായി ദുബായിലേക്ക് പോയി. അപ്പോൾ ചാണ്ടി രാഷ്ട്രീയം സെലക്ട് ചെയ്തു. അവനതിനോട് താല്പര്യമുള്ളത് കൊണ്ട് വന്നു. അതിപ്പം ഏത് പാർട്ടി ആകട്ടെ, എല്ലാ രാഷ്ട്രീയക്കാരുടെ മക്കളും ഇതിനകത്തില്ലല്ലോ. അവർക്ക് 2-3 മക്കളുള്ളതിൽ ചിലർ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നു, ചിലർ അല്ലാതെ വേറെ പ്രൊഫഷൻ തിരഞ്ഞെടുത്തു പോകുന്നു. അവർക്ക് ഈ ജനസേവനം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനമാണ്. അതൊരു വളരെ ഒരു ദിവ്യമായ ഒരു കരിയർ എന്നാണ് പറയാനായിട്ടുള്ളത്. ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. ആ ഒരു എടുത്ത് മുമ്പോട്ട് വരുന്നൊരു വ്യക്തി അതിന് താല്പര്യമുണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്തു പോകണം. അതൊരു പൊളിറ്റീഷ്യൻ്റെ മകനായതുകൊണ്ട് അവർക്ക് അതിന് അർഹതയില്ല എന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ എന്നൊരു അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ. അവർക്കതിൽ ചാണ്ടിക്ക് രാഷ്ട്രീയമായിരുന്നു താല്പര്യം. അതുകൊണ്ട് ചെറുപ്പത്തിലേ അവൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു. നമ്മളൊക്കെ നമ്മുടെ പ്രൊഫഷൻ നോക്കിപ്പോയി. അപ്പം ആർക്ക് അതിൽ താല്പര്യമുണ്ടോ, ആർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങൾ വീക്ഷിക്കാൻ താല്പര്യമുണ്ട്, ഏറ്റവും വലുതായി ജനങ്ങളെ സേവിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ തെറ്റുണ്ട് എന്നെനിക്കൊരു അഭിപ്രായമില്ല. ഈ ആനുകാലികമായി വരുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളായാലും നാട്ടിലെ പ്രശ്നങ്ങളായാലും ഒക്കെ തീർച്ചയായും നിരീക്ഷിക്കുന്നുണ്ടാവില്ലേ? അപ്പോഴൊക്കെ അതിലൊരു പ്രതികരണം, ഇപ്പോൾ സത്യത്തിൽ എല്ലാവരും ഫേസ്ബുക്ക് പോസ്റ്റുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുകയൊക്കെ ചെയ്ത് അങ്ങനെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ടോ ഇടയ്ക്ക്? അതോ ഞാൻ ഇങ്ങനെ വീക്ഷിക്കാറുണ്ട്. പക്ഷെ പൊതുവേ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഞാൻ അങ്ങനെ കൊടുക്കാറും പറയാറും ഇല്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ UDFന് നല്ലൊരു പ്രതീക്ഷയാണ്. ഞാനൊരു പൊളിറ്റിക്കലായിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ നമുക്കൊരു വളരെ പോസിറ്റീവ് സ്റ്റാൻഡുണ്ട് UDFന് ഇപ്രാവശ്യം. അത് നമ്മുടെ ഈ കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം വിസിബിളായിട്ട് വന്നൊരു കാര്യമാണ്. അതും കൂടെ അനലൈസ് ചെയ്ത് നോക്കുമ്പം നല്ലൊരു വിജയമാണ് കാണുന്നത്. സൈബർ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ, അതൊരു ഫോട്ടോ മാത്രമായിരുന്നു. നമുക്കറിയാം പല നേതാക്കന്മാരെയും അങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയും ഡോക്ടർ മറിയയുടെ ഒക്കെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് പക്ഷേ വലിയ രീതിയിലൊരു സൈബർ അറ്റാക്കിങ്ങിലേക്ക് പോയി. അത് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ ഒരു പരിപാടിയായിരുന്നു. എൻ്റെ മകനൊരു ടെന്നീസ് പ്ലെയറാണ്. അപ്പം ആ പരിപാടിയിൽ വെച്ച് ഗോവിന്ദൻ മാഷ് അവിടെ മുഖ്യാതിഥിയായിരുന്നു. അദ്ദേഹം മുഖ്യാതിഥിയായി വന്നപ്പോൾ ഞാനും എൻ്റെ മകനും കൂടി നിന്ന് അദ്ദേഹവുമായിട്ട് മുഖ്യാതിഥിയായി വന്ന് അദ്ദേഹവുമായിട്ടൊരു ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു. അതിനെതിരെയാണ് സൈബർ അറ്റാക്ക് ഉണ്ട്. പക്ഷേ അതിനെന്തിനായിരുന്നു സൈബർ അറ്റാക്ക് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല. അതിനൊരു ഒരാഴ്ച മുമ്പ് അവിചാരിതമായി ഞാൻ വന്ദേ ഭാരത് ട്രെയിനിൽ വെച്ച് നമ്മുടെ തൃശ്ശൂർ MP സുരേഷ് ഗോപിയെ കാണാനിടയായി. അദ്ദേഹമായിട്ടുമുള്ളൊരു പടം ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതിനും ചെറിയ ചെറിയ കമൻറ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എല്ലാവരും ഈ പറഞ്ഞതുപോലെ നമ്മളൊരു സെലിബ്രിറ്റിയെ കാണുമ്പം അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഫോട്ടോ ഇടുന്ന പതിവാണ്. പക്ഷെ അതിനൊരു സൈബർ അറ്റാക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യം. അതിപ്പം ഞാനതൊരു സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഒരാളെ ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്.
അത് ഓരോ വ്യക്തികളും തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യം. പക്ഷേ അതിൻ്റെ മെറിറ്റ് നോക്കണം. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അതിൽ മെറിറ്റുള്ള കാര്യത്തിനാണോ നാം അറ്റാക്ക് ചെയ്യുന്നതെന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതിൽ ഞാനൊരു മെറിറ്റും കാണുന്നില്ല. ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും നമ്മൾ ആദ്യം കേൾക്കുന്ന ഡോക്ടർ മറിയ, അച്ചു, ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥിയാകും. ഏതെങ്കിലുമൊക്കെ ഒരു മണ്ഡലത്തിന് നേരെ പേരുണ്ടാവും. രണ്ടാമത് ഇതാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സൈബർ ആക്രമണത്തിന്, ഇപ്പം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് പോലും അങ്ങനെയായിരുന്നു അല്ലേ? അതെ, അതിലിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതേ നമുക്ക് ആ അറ്റാക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് റിഫ്രെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അച്ചു ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു. അച്ചുവിൻ്റെ കരിയറുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം എന്തിനാണ് ആ ഒരു ഓരോരുത്തരുടെ പാഷൻ, ഓരോരുത്തരുടെ പ്രയോറിറ്റിയാണ് അവരുടെ കരിയർ സെലക്ഷൻ. അപ്പോൾ എസ്പെഷ്യലി ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ് വളർത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കരിയർ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മെറിറ്റ് നോക്കി വേണം ഒരു വ്യക്തി പറയാനായിട്ട്. അത് ഒരാൾ ചെയ്യുന്നെങ്കിൽ നമുക്കതിലൊന്നും പറയാനായിട്ടില്ല. അന്ന് ചോദിച്ചിരുന്നോ അപ്പോൾ എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? കുട്ടികളോട് ഭാവിയിൽ എന്താവണമെന്ന് ചോദിക്കില്ലേ, അതുപോലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഏതെങ്കിലും കാലഘട്ടത്തിൽ? അങ്ങനെ അപ്പം എന്താകണമെന്ന് ചെറുപ്പത്തിൽ വല്ലതും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്നാലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിയർ ജോലിയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏതാണെന്ന് പറഞ്ഞാൽ മതി, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആർക്കെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ വരികയും ചെയ്യാം. ഇത് ചെറുപ്പത്തിലുള്ള. പക്ഷേ അപ്പയിൽ നിന്ന് ഒരു ബെനിഫിറ്റും പ്രതീക്ഷിക്കരുത്. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ചാണ്ടി അപ്പയുടെ മരണശേഷം MLA ആയി എന്നല്ലാതെ അപ്പ ഉണ്ടായിരുന്ന കാലത്ത് ചാണ്ടിക്ക് യാതൊരു വിധമായ ഒരു അതിര് കടന്നിട്ടൊരു സഹായം ചെയ്തതായിട്ട് ആരും കണ്ടിട്ടില്ല. അത് അപ്പയുടെ ഒരു പോളിസിയായിരുന്നു. ഈ പറഞ്ഞതുപോലെ UDF ഒരു വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രചാരണ രംഗത്ത് ഇറങ്ങണം മറിയ എന്ന് പറഞ്ഞാൽ, പാർട്ടി നേതൃത്വം പറഞ്ഞാൽ തീർച്ചയായും ഉണ്ടാകുമോ? ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നല്ല രീതിയിൽ പ്രചരണത്തിന് പോയിട്ടുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനാകട്ടെ, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനാകട്ടെ, ചാണ്ടിയുടെ ഇലക്ഷനാകട്ടെ. അതിന് മുമ്പ് അപ്പ ഉണ്ടായിരുന്ന കാലത്ത് ഇത്രയും സജീവമായി ഞാൻ പോകില്ലായിരുന്നു. പക്ഷെ എന്നാലും പോകുമായിരുന്നു. അച്ചു വന്ന് ഇലക്ഷൻ സമയത്തിന് പ്രചരണത്തിന് ഇറങ്ങുമായിരുന്നു. ഞാനും ആ സമയത്ത്. പക്ഷേ അപ്പയുടെ മരണശേഷം അപ്പ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികൾ നമ്മളെ വിളിക്കുകയും, അതുകൊണ്ട് എല്ലായിടത്തും പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ ഫുൾ സജീവമായിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന അസംബ്ലി ഇലക്ഷനും അങ്ങനെ പോകണമെന്ന് തന്നെയാണ് പ്ലാൻ ഉള്ളത്. തീർച്ചയായിട്ടും താങ്കൾ ഈ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വളരെയധികം നന്ദി റിപ്പോർട്ടറിനൊപ്പം ചേർന്നത്. താങ്ക് യു.